എൻ്റെ പേര് ജസ്റ്റിൻ കോട്ടയ്ക്കൽ. ഞാൻ UK സെറ്റിൽ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് തെരേസൻ അക്കാഡമി ഫോർ ഇൻ്റർനാഷണൽ ലാംഗ്വേജസ്, അതിന് ടെയിൽ ഗ്ലോബൽ എന്ന് പറയും ഷോർട്ടായിട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യൂസ്ബർഗ് ഡയസിസുമായിട്ട്, കാത്തലിക് ഡയസിസുമായിട്ട് ടൈപ്പ് ഇട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ എംപ്ലോയറായിട്ടുള്ള കാരിത്താസ് ഞങ്ങളുടെ മെയിൻ പാർട്ണറാണ്. അതാണ് തെരേസൻ അക്കാഡമി. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആലുവ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനമാണ് തെരേസൻ അക്കാഡമി. ഞങ്ങൾക്ക് 2 ക്യാമ്പസാണുള്ളത്. ഒന്ന് ആലുവ CST കോമ്പൗണ്ടിലുള്ള SWTS സോഷ്യൽ വെൽഫെയർ ടെക്നിക്കൽ സ്കൂളിലുള്ള ക്യാമ്പസാണ്. ആലുവയിലാണ് അത് ഉള്ളത്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് നമുക്ക് 2 ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അച്ഛന്മാരുടെ കൂടെ ഉള്ള CST അച്ഛന്മാർ നടത്തുന്ന ഹോസ്റ്റൽ സൗകര്യം ബോയ്സിനും, അതേപോലെ തന്നെ കോൺവെൻറ്റിൽ, സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ ഗേൾസിനുമായിട്ടുള്ള അക്കോമഡേഷൻ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റൽ സൗകര്യം ആലുവയിൽ ലഭ്യമാണ്. അക്കാഡമി ഇന്ന് വളരെയേറെ വിജയകരമായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളുടെ കുട്ടികൾ ഏകദേശം 60% വിജയം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരീക്ഷ എഴുതുന്നത്. ഗോയിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതേപോലെ തന്നെ ടെൽക്ക്. ഈ 2ലും നമ്മുടെ വിജയശതമാനവും സീറ്റുകളെല്ലാം നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 10 മാസത്തിൻ്റെ കോഴ്സാണ് ജർമ്മൻ പഠിക്കുന്നത്. A1 to B2 ലെവൽ വരെ ഏകദേശം 2 മാസം അടങ്ങുന്ന ഓരോ മോഡ്യൂൾസുമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിസ്റ്റേഴ്സിൻ്റെ, അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ജർമ്മൻ വ്യക്തികളും കൂടി സഹകരിച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് നമ്മുടെ വിജയശതമാനം വളരെയേറെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ വരാനായിട്ട് കാരണം, യോർദാനപുരത്ത് ഉള്ള നമ്മളുടെ 2ാമത്തെ ക്യാമ്പസിൽ ഇത്രയും നാൾ നേഴ്സുമാർ മാത്രമായിട്ട് പഠിക്കുന്ന ഒരു ഇതായിരുന്നു. ഏതാണ്ട് 200ഓളം നേഴ്സുമാർ ഇവിടെ ഫുള്ളി റെസിഡൻഷ്യലായിട്ട് നമുക്ക് പഠിക്കുന്നുണ്ട്. അവരുടെ A1 തൊട്ട് B2 വരെ ഇവിടെ തന്നെ 10 മാസം കാലയളവിൽ താമസിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് ഇത്രയും നാൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിജയശതമാനവും അവരുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാനായിട്ട് കാരണമെന്ന് വെച്ചാൽ, ഈ കൊല്ലം ആദ്യമായിട്ട് തന്നെ നമ്മൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഡേ സ്കോളേഴ്സായിട്ട് ഈ മെയ് ജൂൺ മാസങ്ങളിൽ നമ്മളൊരു ഡേ സ്കോളർ പ്രോഗ്രാം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ അടുത്തുള്ള കിടങ്ങൂര്, അങ്കമാലി, കാലടി, അതേപോലെ തന്നെ കറുകുറ്റി, കൂക്കുന്ന്, മുക്കിനൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വന്നു പോയി പഠിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. ഈ അവസരം നിങ്ങൾ ദയവായിട്ട് ഉപയോഗിക്കുക. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും യോർദാനപുരത്ത് സജ്ജമാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ജർമ്മൻ ഭാഷ എന്നുള്ളത് വളരെയേറെ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ കൂടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്താൽ, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ സാധിച്ചാൽ ഇത് വളരെ എളുപ്പമുള്ളൊരു ലാംഗ്വേജാണ്. ഇംഗ്ലീഷിനേക്കാളും നല്ല രീതിയിൽ പഠിക്കുവാനായിട്ടുള്ള കറക്റ്റ് ലോജിക്കലായിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് A1 to B2 ലെവൽ വരെ 10 മാസ കാലയളവിൽ നിങ്ങൾക്ക് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻ നമുക്ക് തെരേസൻ അക്കാഡമിക്ക് തന്നു കഴിഞ്ഞാൽ, പാരൻസ് അടക്കം സഹകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജർമ്മനിലെത്തുക എന്നുള്ളത് ഒരു വിദൂരമായിട്ടുള്ള സ്വപ്നമല്ല, യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് കുട്ടികൾ വളരെയേറെ നല്ല രീതിയിൽ പഠിക്കുവാനും അതിൻ്റെ ഡെഡിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് നെക്സ്റ്റ് സെപ്റ്റംബർ 2027 നിങ്ങൾക്ക് ജർമ്മനിലെത്തുവാനായിട്ട് സഹായിക്കും. ഞാൻ വളരെയേറെ ഇഷ്ടത്തോടെ പറയുന്ന ഒരു കാര്യം നമ്മളുടെ അഗസ്റ്റിൻ അച്ഛനെ കുറിച്ചാണ്. ഫാദർ അഗസ്റ്റിൻ വ്യൂസ്ബർഗ് ഡയസിസിൽ വർക്ക് ചെയ്യുന്ന 20-25 വർഷത്തോളം ജർമ്മനിൽ വർക്ക് ചെയ്യുന്ന അച്ഛനാണ്. അച്ഛനെ ഏകദേശം ഒരു 9 പള്ളികളുണ്ട്. ഫോറിൻ വികാരി കൂടിയാണ്. അച്ഛനാണ് നമ്മുടെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഫാദർ അഗസ്റ്റിൻ തെരേസൻ അക്കാഡമിയുടെ ഡയറക്ടറും കൂടിയാണ്. അതേപോലെ തന്നെ നമുക്ക് അവിടെ എല്ലാ പാസ്റ്ററൽ കെയറും, പലപ്പോഴും പല കുട്ടികളും അവിടെ ചെന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്, ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, കൾച്ചറൽ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ ഈ കുട്ടികൾക്ക് 6 to 1 year നിന്ന് അച്ഛൻ ചെയ്തു കൊടുക്കും. അച്ഛൻ്റെ ഫോൺ നമ്പർ എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം, പ്ലേസ്മെൻറ്റ് ചതി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും പല ഏജൻസികളും കുട്ടികളെ ഒത്തിരി പൈസ വാങ്ങിച്ച് അവർ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ അക്കോമഡേഷൻ പോലും ഇല്ലാതെ വഴിയിൽ നിൽക്കുന്ന പല അവസ്ഥകളുണ്ട്. ഇതിൽ നിന്നെല്ലാം മാറി തെരേസൻ അക്കാഡമി നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്ററൽ കെയർ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു കുട്ടി പോലും
ജർമ്മനിയിൽ ചെന്നാൽ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വരാതെ സഹായിക്കാതെ ഇരിക്കത്തില്ല. അതുകൊണ്ട് ഫാദർ അഗസ്റ്റിൻ തോമസിനെ ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ ഡയറക്ടർ അച്ഛനാണ്, ജർമ്മനിയിലുള്ള അച്ഛനാണ്. അച്ഛനായിരിക്കും നിങ്ങളുടെ പ്ലേസ്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു 10 മാസത്തിൻ്റെ കാലതാമസമാണ്. 4 മൊഡ്യൂളായിട്ടാണ് ജർമ്മൻ ഭാഷ ഡെലിവർ ചെയ്യുന്നത്. A1, A2, B1, B2. ഇതിന് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്, ലാംഗ്വേജിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 60,000 പ്ലസ് GST, അറൗണ്ട് 70,000 ആണ്. അത് നിങ്ങൾ ഓരോ മോഡ്യൂൾസ് കഴിയുന്നത് ആരംഭിക്കുന്ന സമയത്താണ് തരേണ്ടത്. അതാണ് ലാംഗ്വേജിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എക്സ്റ്റേണൽ എക്സാം എഴുതണം, ഒന്നുകിൽ ഗോയിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ടെൽക്കിൻ്റെ. ഈ എക്സാമിന് ഗോയിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാം എഴുതുന്നതിന് വരുന്ന 4 മൊഡ്യൂളിൽ നിന്ന് വരുന്ന പൈസ എന്ന് പറയുന്നത് 24,000 ആണ്. ടെൽക്ക് കുറച്ചുകൂടി ചീപ്പാണ്, ഏകദേശം 19,000 to 20,000 ആണ് ടെൽക്കിൽ നിന്നും വരുന്ന പൈസയുടെ രീതി. നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് സമയത്ത് അവിടെ പോകാനായിട്ട് മൊത്തം വിസയും ഫ്ലൈറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ പിക്കപ്പും ട്രാൻസ്ലേഷനും എല്ലാം കൂടി ഏകദേശം വരുന്നത് ഒരു 3 lakhs ഇതാണ്. ഫ്ലൈറ്റിന് അറൗണ്ട് 75,000, വിസ അടിക്കാനായിട്ട് ഒരു 26,000 ട്രാൻസ്ലേഷൻ, അതേപോലെ അവിടെ അക്കോമഡേഷൻ റെഡിയാക്കുന്ന അഡ്വാൻസ് എല്ലാം കൊടുക്കുന്നതിനെല്ലാം കൂടി നിങ്ങൾക്ക് വരുന്ന ഒരു ചിലവ്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഹൗസ് ബിൽഡിംഗ്, നേഴ്സിംഗ് പഠിക്കാനോ അല്ലെങ്കിൽ അതേപോലെയുള്ളതൊക്കെ പഠിക്കാനായിട്ട് പോകുമ്പോൾ ഏകദേശം വരുന്ന ചിലവ് അറൗണ്ട് 3 lakhs ആണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി നേഴ്സിംഗ് വിഭാഗത്തിൽപ്പെട്ട ഹെൽത്ത് കെയർ സിസ്റ്റത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 വിഭാഗത്തിന് മാത്രമാണ് ചെയ്യുന്നത്. നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന, അതിന് പറയും ഹൗസ് ബിൽഡിംഗ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഒന്ന് ചെയ്യുന്നത്. പിന്നെ നേഴ്സസ് കഴിഞ്ഞവർ, അവർ വർക്കിന് വേണ്ടി പോകുന്ന ഈ 2 വിഭാഗത്തിലുള്ള ഹെൽത്ത് കെയർ ഏരിയയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഒത്തിരി ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളുണ്ട്, അറൗണ്ട് 400 ഏരിയാസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നല്ലൊരു പാർട്ട്നേഴ്സിന് കിട്ടാനായിട്ട് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് എക്സ്പെൻസീവ് ആണ്, സ്റ്റൈപ്പൻറ്റും വളരെ കുറവാണ്. നേഴ്സിംഗ് പഠിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഏകദേശം 1,300 യൂറോ സ്റ്റൈപ്പൻ്റായിട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഏകദേശം 1,25,000 രൂപയോടത്തോളം സ്റ്റൈപ്പൻറ്റ് കിട്ടും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പല ഫാമിലികൾക്കും അവർക്ക് 25,000 to 30,000 എല്ലാ ചെലവും കഴിഞ്ഞ് ഫാമിലികൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നേഴ്സുമാർക്ക് അവിടെ പോകുമ്പോൾ ഏകദേശം 3 lakhs അടുത്ത് ശമ്പളമുണ്ട്. തുടക്കത്തിൽ ഒരല്പം കുറവായിരിക്കും, കാരണം അവർ രജിസ്റ്റേർഡ് നേഴ്സാകാനായിട്ട് ഒരു 6 to 8 months സമയമെടുക്കും. അത് കഴിഞ്ഞാൽ അറൗണ്ട് 3 lakhs ഉണ്ട്. നമ്മൾ ഇവിടുന്ന് പോകുന്ന എല്ലാ നേഴ്സുമാർക്കും നമ്മൾ ചെയ്യുന്നത് അവരുടെ 2ാമത്തെ എക്സാം എഴുതാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ അവർ പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 6 months കൊണ്ട് അവർ രജിസ്റ്റേർഡ് നേഴ്സായാൽ അവരുടെ ശമ്പളം എന്ന് പറയുന്നത് അറൗണ്ട് 3,200 യൂറോ ആണ്. നമ്മുടെ ഏകദേശം 3 lakhs എബവ് ശമ്പളം വരുന്നുണ്ട്. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ഏജൻസികളും ഒത്തിരി പൈസ വാങ്ങിച്ച് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും നേഴ്സിംഗ് പ്രോഗ്രാമിന് എല്ലാം തന്നെ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓർക്കുക, ഈ ഏജൻസികളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു രീതിയിലും ചുഴിയിൽ പെടാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. വളരെയേറെ സന്തോഷത്തോടെ നിങ്ങളെ ഏവരെയും തെരേസൻ അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും നേതൃത്വത്തിൽ നമുക്ക് തന്നെ ഒരു ഡോക്ടർ സിസ്റ്ററുണ്ട്. ഏതാണ്ട് 30 വർഷമായിട്ട് ജർമ്മനിയിൽ ഡോക്ടറായിട്ട് പഠിച്ചതിന് ശേഷം ഇവിടെ വന്ന സിസ്റ്ററാണ്. അതേപോലെ നമുക്ക് 2 നേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ അക്കാഡമി കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഹെഡായിട്ട് ഫാദർ അഗസ്റ്റിൻ നമുക്കുണ്ട്. ഫാദർ അഗസ്റ്റിൻ്റെ മേൽനോട്ടത്തിലാണ് ലാംഗ്വേജും പ്ലേസ്മെൻറ്റും നടക്കുന്നത്. അതുകൊണ്ട് എവരെയും തെരേസൻ അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് തെരേസൻ അക്കാഡമി. അപ്പം നിങ്ങൾക്ക് യോർദാനടുത്തും അതേപോലെ തന്നെ ആലുവയിലും ഈ വരുന്ന മെയ് ജൂൺ മാസങ്ങളിൽ അഡ്മിഷൻ എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഏവരെയും ഹൃദയമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് പാരൻസിന് യാതൊരു തരത്തിലുള്ള ശങ്കയോ യാതൊരു വിധത്തിലുള്ള ടെൻഷനില്ലാതെ കുട്ടികളെ ഇത് പഠിപ്പിക്കാനായിട്ട് അയക്കാം. അതുകൊണ്ട് ഏറ്റവും മോസ്റ്റ് വെൽക്കം ടു തെരേസൻ അക്കാഡമി.